അതെ, പലരും ഈ ജനന സമയം കുറിച്ച് വെക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ജന്മനക്ഷത്രം. അതെങ്ങനെയാണെന്ന് അറിയാവുന്നവരൊന്ന് വിദഗ്ധന്മാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? മറ്റൊന്നുമല്ല, ഈ ജനന സമയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരമ്മയുടെ വയറ്റിൽ ആദ്യമായിട്ട് ഒരു ജീവൻ്റെ തുടിപ്പ് വരുന്ന സമയമാണോ? ആ സമയം നമുക്ക് ആർക്കും കണക്കാക്കാൻ പറ്റുകയില്ല. ഇനി അതും പോട്ടെ, ഇനി പ്രസവിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ തല പുറത്തോട്ട് വരുന്നതാണോ, അതോ പുറത്തോട്ട് ഫുള്ളായിട്ട് വന്നതിന് ശേഷം ഉള്ള സമയമാണോ, അതോ ഇനി പുക്കിൾക്കൊടി കട്ട് ചെയ്യുന്ന സമയമാണോ, ഇനി പുക്കിൾക്കൊടി കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കരയുന്ന സമയമാണോ, ഇതിലേതാണ് ജനിച്ച സമയമായിട്ട് കണക്കാക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇനി പുക്കിൾക്കൊടി കട്ട് ചെയ്തിട്ട് കുട്ടി കരയുന്ന സമയമാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഡോക്ടർമാരും നേഴ്സുമാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ? ആരെങ്കിലും വാച്ച നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ നേഴ്സുമാരാരെങ്കിലും നോക്കിക്കൊണ്ടോ? പെട്ടെന്ന് കട്ട് കുട്ടി കരഞ്ഞു, പെട്ടെന്ന് സ്റ്റോപ്പ് വാച്ച് വെച്ചോണ്ടിരിക്കും, അന്നേരം ഞെക്കി കുട്ടി ജനിച്ചു എന്നും പറഞ്ഞാൽ ആരെങ്കിലും മെനക്കെടുവോ? എനിക്കറിയത്തില്ല. ഒരു ഉദ്ദേശം കണക്ക് പറയത്തല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 12 മണി, രാത്രി 12 മണി കഴിഞ്ഞാൽ ഒരു നാളാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നാൾ, അപ്പോൾ 11:59 ആണ് ഈ കുട്ടി യഥാർത്ഥത്തിൽ ജനിച്ചത് എന്ന് കൂട്ടിക്കും. പക്ഷേ നേഴ്സ് കറങ്ങി തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം 12:01 യഥാർത്ഥത്തിൽ. അപ്പം ഈ കുട്ടിക്ക് ചിലപ്പം ജാതകദോഷം ഇല്ലായിരിക്കും. 11:59 ജനിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ജാതകദോഷം ഇല്ല. പക്ഷേ നേഴ്സ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും പുറത്ത് വന്ന് പറഞ്ഞപ്പോൾ 12:02. അപ്പോൾ ജോലിസിന് അവിടെ നിന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് ജാതകത്തിൽ ദോഷമുണ്ട് എന്നങ്ങോട്ട് എഴുതി. ഇതൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഇനി ജോലിസിനും കൂടെ കയറി അകത്ത് നിൽക്കണം ഇത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ, സമയം മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം കുഴപ്പമാവുന്നില്ല ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇവർ പുറത്ത് വന്ന് പറയുന്ന സമയം ഒരു മനുഷ്യൻ്റെ തലയിൽ വരച്ച് വെച്ചിരിക്കുന്നത്. ഡൗട്ടിഫിക്കേഷൻ ഓഫ് ഇന്ത്യ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരൂ.